പക്ഷെ അത് വോട്ടിലൂടെ ആ വോട്ടിംഗ് മാറ്റിയതുകൊണ്ട് തന്നെയാണ് അപ്പാൻ എവിക്റ്റ് ആയത്. നമ്മളിത് പറയുമ്പോൾ ഡൈജസ്റ്റ് ആവണമെന്നില്ല, എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്നില്ല. ചിലപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ 7 നിന്നും അപ്പാനി ശരത്ത് പടിയിറങ്ങിയത് അപ്രത്യക്ഷമായിരുന്നു. ആരും പ്രതീക്ഷിക്കാത്ത ഒരു എവിക്ഷനായിരുന്നു അപ്പാനിയുടേത്. ഇപ്പോൾ ഇതാ അതേപറ്റി പ്രതികരിച്ചിരിക്കുകയാണ് മുൻ ബിഗ് ബോസ് താരമായ സിജോ. വോട്ടിങ്ങിലൂടെയാണ് അപ്പാനി എവിക്റ്റായതെന്നാണ് സിജോ പറയുന്നത്. അപ്പാനിയുടെ ഗെയിം സൂപ്പറാണെന്ന് താൻ ഒരിക്കലും പറയില്ല. പക്ഷെ അപ്പാനി ആ സമയത്ത് അവിടെ നിന്നും പുറത്താകേണ്ട ഒരാൾ ആയിരുന്നില്ല. അപ്പാനേക്കാൾ മുൻപേ എവിക്റ്റാവേണ്ടവർ വേറെയും ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിരുന്നു എന്നാണ് സിജോ പറയുന്നത്. അപ്പാനി എവിക്റ്റ് ആയ ആഴ്ചയിൽ അങ്ങനെ ഒരു വോട്ടിങ്ങിലൂടെയാണ് അപ്പാനി എവിക്റ്റ് ആയത്. എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു അപ്പാനി അവിടെ ആ സമയത്ത് എവിക്റ്റ് ആവേണ്ട ആളാണ്. അപ്പാനിയുടെ ഗെയിം സൂപ്പറാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ അപ്പാനി ആ ആഴ്ചയിൽ എവിക്റ്റ് ആവേണ്ട ആളല്ലായിരുന്നു. അപ്പാനിയേക്കാൾ മുന്നേ എവിക്റ്റ് ആവേണ്ട ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നൂറ ആദില വിഷയത്തിലും സിജോ പ്രതികരിച്ചിരിക്കുകയാണ്. ലക്ഷ്മി പറഞ്ഞത് ശുദ്ധ തെമ്മാടിത്തരമാണെന്നാണ് സിജോ അഭിപ്രായപ്പെടുന്നത്. അന്നത്തെ ലക്ഷ്മിയുടെ ആക്ടിനോട് ഒരു രീതിയിൽ യോജിക്കാൻ പറ്റില്ല. കാരണം നൂറ ആദിലയും അവിടെ ഒരു മോശം സംസാരിച്ചിട്ടില്ല. ആ കുട്ടികൾ രണ്ടുപേരോടെ മാന്യമായിട്ടാണ് ഗെയിം കളിച്ചിട്ടുള്ളത്. ഇനിയിപ്പോ എനിക്ക് തോന്നുന്നു ലക്ഷ്മി അവിടെ അവരുടെ കമ്മ്യൂണിറ്റിക്കെതിരാണെങ്കിൽ പോലും ആ കമ്മ്യൂണിറ്റിയെ പറ്റി ഒരു വാക്ക് പോലും നൂറ ആദിലോട് സംസാരിച്ചിട്ടില്ല. ആ ഒരു സൊസൈറ്റിയിൽ മോശമായിട്ടുള്ള ഒരു കാര്യം പോലും ഇതുവരെ പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാണ് ലക്ഷ്മി അങ്ങനെ ഒരു കാര്യം